ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുളിമുളക് കറി. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും എല്ലാം കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 12ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 15 ചുവന്നുള്ളി വേണം. ഞാനിത് ചെറുതായത് കൊണ്ട് ഒരു 25 എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 3 തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിന് പകരം പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഊറ്റിയെടുത്ത് അതും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കര. അപ്പോൾ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉഴുന്നിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി ഒരു ഗോൾഡൻ നിറമാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ നിറമെല്ലാം മാറി നല്ലൊരു ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനൊരു 10 എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം എടുത്താൽ മതി. മുൻപ് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടിയുടെയും പഴുത്ത മാങ്ങ വെച്ചിട്ടൊരു മാമ്പഴത്തരയുടെയും എല്ലാ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാനത് അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ കറി നമുക്ക് ഒരു 3 ദിവസം വരെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത്ര പെട്ടെന്ന് കേടുവരുന്ന ഒരു കറിയല്ല ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 12ഓളം പച്ചമുളകുണ്ട്. ഇത്രയും പച്ചമുളക് ചേർത്താൽ ഈ കറിക്ക് നല്ല എരിവൊന്നും ഉണ്ടാവില്ല. പാകത്തൊരു നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു എരിവായിരിക്കും. മുളകും ചേർത്ത് ഉള്ളിയും മുളകും എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. മുളകും ഉള്ളിയും എല്ലാം ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ കുറച്ച് പൊടികൾ മാത്രമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1/4 ടീസ്പൂണിലും താഴെയായിട്ട് കായംപൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരട്ടെ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ പുളി മുളകിലേക്കും ഉള്ളിയിലേക്കും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. തീ ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇതുവരെ നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെയും നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി ഒഴിച്ച കറി ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഉള്ളിയിലേക്കും മുളകിലേക്കും എല്ലാം ഒന്ന് പിടിച്ചു വരാനായിട്ട് നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പുളിവെള്ളം എല്ലാം ഏകദേശം ഒന്ന് വറ്റി മുളകെല്ലാം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കഞ്ഞിവെള്ളം നിങ്ങൾ എന്തായാലും ഇതിലേക്ക് ചേർക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചരി 1-2 ടേബിൾ സ്പൂൺ പച്ചരി നന്നായിട്ട് കഴുകി അത് കുതിർക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. കഞ്ഞിവെള്ളം ആകുമ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒരു പുളിമുളക് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണിത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ആവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ സമയം തന്നെ നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാം. മറ്റൊന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെയുള്ള നമ്മുടെ പുളിമുളക് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനിയും മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.